പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ശനിയാഴ്ച ടെലിവിഷൻ പരിപാടിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സമയത്താണ് മസൂദ് പെസഷ്കിയാൻ ഇറാന് മറ്റു രാജ്യങ്ങളിലേക്ക് അധിനിവേശത്തിനുള്ള പദ്ധതികളില്ലെന്ന് വ്യക്തമാക്കിയത്. ഇറാനെ സമീപ രാജ്യങ്ങൾ നേരിട്ടാക്രമിക്കാത്ത പക്ഷം സമീപ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ലെന്നാണ് ഇറാന്റെ താൽക്കാലിക നേതൃത്വ കൌൺസിൽ തീരുമാനമെന്നാണ് മസൂദ് പെസഷ്കിയാൻ വിശദമാക്കിയത്. സമീപകാലത്ത് ഇറാന്റെ ആക്രമണത്തിനിരയായ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രസിഡന്റ് ടെലിവിഷൻ പ്രസ്താവനയിൽ വിശദമാക്കി. ഇസ്രയേൽ US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നിരന്തരം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ക്ഷമാപണം. ഇറാൻ ആക്രമണം നടത്തിയത് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമായിരുന്നുവെന്നും മസൂദ് പെസഷ്കിയാൻ വിശദമാക്കി. നിരുപാധികം കീഴടങ്ങണമെന്ന ഇറാന്റെ ആവശ്യം മസൂദ് പെസഷ്കിയാൻ വീണ്ടും തള്ളി. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ടെഹ്റാൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അയൽ രാജ്യങ്ങൾക്കെതിരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവില്ലെന്നും ആ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകാത്ത പക്ഷം മിസൈൽ വിക്ഷേപണങ്ങൾ നടത്തില്ലെന്നും താൽക്കാലിക നേതൃത്വ സമിതി അറിയിച്ചതായി മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ബാധിക്കപ്പെട്ട പ്രാദേശിക സർക്കാരുകളോടും മസൂദ് പെസഷ്കിയാൻ ക്ഷമാപണം നടത്തി. തങ്ങൾ നിരുപാധികം കീഴടങ്ങുമെന്ന അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാമെന്നും മസൂദ് പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകാനുള്ള ടെഹ്റാന്റെ ശ്രമമായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ അല്പനേരം അടച്ചിട്ട ദുബായ് വിമാനത്താവളം തുറന്നു. താൽക്കാലികമായ പ്രവർത്തനം നിർത്തിവെച്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളാണ് പുനരാരംഭിക്കുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് കൺഫേമായ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാവുന്നതാണെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. ദുബായ് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അവരുടെ തുടർന്നുള്ള വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ യാത്ര തുടരാം. നിലവിലെ സാഹചര്യങ്ങൾ എമിറേറ്റ്സ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതനുസരിച്ച് വരും ദിവസങ്ങളിലെ വിമാന ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തും. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് കമ്പനി പ്രഥമ പരിഗണന നൽകുന്നത് എന്നും എയർലൈൻ അറിയിപ്പിൽ വ്യക്തമാക്കി. UAE രാവിലെ വീണ്ടും അലർട്ട് പുറപ്പെടുവിപ്പിച്ചിരുന്നു. രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിലൊരു മിസൈൽ ആക്രമണ ഭീഷണി പ്രതിരോധിക്കുകയാണെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. UAE പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിരുന്നു. UAE നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. പ്രവാസികളും സന്ദർശകരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഭയഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നുമാണ് എംബസി അറിയിക്കുന്നത്. സമാധാനം പാലിക്കണമെന്നും UAE അധികൃതരുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും എംബസിയുടെ മുന്നറിയിപ്പിലുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കണം. ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ ഉച്ചയോടെ സ്ഫോടനം ഉണ്ടായെന്നും ആകാശത്ത് പുകപടലങ്ങൾ ഉയർന്നതായും വിമാനങ്ങൾ ലാൻഡിംഗ് നടത്താനാകാതെ ആകാശത്ത് വട്ടം ചുറ്റിയതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. മിസൈലുകളോ ഡ്രോണുകളോ തടയുന്നതിനിടെയുണ്ടായ അവശിഷ്ടങ്ങൾ വീണതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്ന് വിമാനത്താവളത്തിന് മുകളിൽ വിമാനങ്ങൾ ഹോൾഡിംഗ് പാറ്റേണിൽ കുറച്ചുനേരം തുടർന്നിരുന്നു. വിമാനങ്ങളുടെ ഈ വട്ടം ചുറ്റലും പുകപടലങ്ങളും കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ തുടരുന്ന സംഘർഷത്തിന്റെ ഭാഗമായി ദുബായ് അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഗൾഫിന് വരുത്തിയിരിക്കുന്നത്. UAEയും ഖത്തറും ഓഹരി വിപണി വ്യാപാരം നിർത്തിവെച്ചു. പ്രധാന വിമാനത്താവളങ്ങൾ അടച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ക്രൂഡ് ഓയിൽ വാതകം കയറ്റുമതി നിലച്ചു. UAEയിലെയും ബഹ്റൈനിലെയും ആമസോൺ വെബ് സർവീസ് ഡേറ്റാ സെന്ററുകൾ തകരാറിലായി. 6 ലക്ഷത്തോളം അമേരിക്കൻ സൈനികരാണ് ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലുമായുള്ളത്. ഗൾഫിൽ US സൈനികരുള്ളത് ഒമാൻ ഒഴികെയുള്ള 5 രാജ്യങ്ങളിലാണ്. എല്ലായിടത്തും ഇറാന്റെ മിസൈലുകൾ വരുന്നുണ്ട്. ആക്രമണം ശക്തമായതോടെ ഖത്തർ എനർജി വാതക ഉൽപാദനം നിർത്തി. യൂറോപ്പിൽ വാതകത്തിന് വില 40% ഉയരാൻ ഇത് കാരണമായി. ഖത്തർ എനർജിയുടെ 2 കേന്ദ്രങ്ങളാണ് ഇറാൻ ആക്രമിച്ചത്. ഇതിന് പിന്നാലെയാണിപ്പോൾ ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.